നല്ല മഴ. മഴയെ പറ്റിയിട്ടൊരു ധ്യാന കഥ പറയാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും പറയാം. ഒരിക്കല് ഒരു ധ്യാന സാധകം നല്ലവണ്ണം ധ്യാനിക്കണമെന്ന് ചിന്തിച്ചിട്ട് അതിന് പറ്റിയ ഒരു സ്ഥലം തേടി പോകും. അപ്പൊ അദ്ദേഹം സെലക്ട് ചെയ്തത് ഒരു വലിയ കുന്നിന്റെ മുകളിൽ ചെന്നിരിക്കാം എന്നാണ് തീരുമാനിച്ചത്. വീട്ടിലൊന്നും സ്ഥലമില്ല, അതുകൊണ്ടാണ് കുന്നിന്റെ മുകളിൽ പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കാനുള്ള പില്ലയും എല്ലാം എടുത്തിട്ട് അദ്ദേഹം മലയുടെ മുകളിൽ ചെന്ന് ഇരുന്നു. അപ്പൊ മലയുടെ മുകളിൽ ഇരുന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, വളരെ വിശാലമായിട്ട് എല്ലാം കാണാം. അപ്പൊ അദ്ദേഹം അതിന്റെ ഭംഗിയിൽ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് പെട്ടെന്ന് ചിന്തിച്ചു, ഞാൻ ധ്യാനിക്കാനാണല്ലോ വന്നത്. അപ്പൊ പെട്ടെന്ന് അദ്ദേഹം കണ്ണക്കടച്ച് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് കണ്ണും പൂട്ടി ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് കുറച്ച് ചിന്തകൾ വന്നു. നട്ടല് നിവർന്നിരിക്കണമോ, ചിന്മുദ്ര പിടിക്കണമോ, ഈ ചിന്മുദ്ര മുട്ടിന്റെ മുകളിൽ വെക്കണമോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിനകത്ത് വരികയാണ്. അപ്പൊ എന്തായാലും കേട്ടത് അങ്ങനെയാണല്ലോ, നട്ടല് നിവർന്ന് ചിന്മുദ്ര പിടിച്ച് അങ്ങനെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. നല്ല രീതിയിൽ മഴ പെയ്യും. അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്യും, എണീറ്റ് അവിടെ വേറെ ഇരിക്കാനോ, അതായത് നനയാതിരിക്കാനുള്ള മറ്റൊരു ഓപ്ഷനും ഇല്ല. അദ്ദേഹം പെട്ടെന്ന് കയ്യിലിരിക്കുന്ന തുണി തലയിലും വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിയാണ്. ആ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് സ്പീഡ് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇടയിൽ ആ മലയുടെ നടുക്കെത്തിയപ്പോൾ അവിടെ ഒരു വൃദ്ധനായിട്ടുള്ള ഒരാള് അങ്ങനെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഈ മഴയിൽ. അപ്പൊ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു, ഞാനും ധ്യാനിക്കാനാണ് വന്നത്, ഇദ്ദേഹവും ധ്യാനിക്കാനാണ് വന്നത്. പക്ഷെ മഴ വന്നപ്പോൾ ഞാൻ ഓടി, അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ആ വൃദ്ധന്റെ അടുത്ത് ചോദിച്ചു, മഴ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ വൃദ്ധൻ തിരിച്ചു ചോദിച്ചു, നീ എന്തിനാണ് ഈ മലയുടെ മുകളിൽ പോയത്? അത് ധ്യാനിക്കാനാണ് ഞാൻ പോയത്. പിന്നെ എന്ത് പറ്റി? മഴ ഉള്ളത് കൊണ്ട് ഞാൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, അങ്ങ് ഈ മഴയത്ത് എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മഴ കൊണ്ടുകൊണ്ടായിരിക്കുന്നതെന്ന്. മഴ കൊണ്ടോണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ മറ്റയാള് മഴ ഉള്ളത് കൊണ്ട് ധ്യാനിച്ചില്ല, ഇദ്ദേഹം മഴ കൊണ്ടോണ്ട് ധ്യാനിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതിൽ എന്തോ ഒരു അർത്ഥമുണ്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും മഴ കൊണ്ടോണ്ട് ധ്യാനിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ കഴിഞ്ഞ് മഴ തോർന്നു. മഴ തോർന്ന സമയത്ത് ഈ മഴ നനയണ്ട എന്ന് ചിന്തിച്ച ആള് ചോദിച്ചു, ശരിക്കും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്. കണ്ടീഷൻസ് പാടില്ല. കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ കണ്ടീഷന് എഗനിസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. കണ്ടീഷൻ ഇല്ലെങ്കിലോ അത് തുടരും.
ഒരു കുഴപ്പമില്ലാതെ തുടരും. അപ്പൊ ഇദ്ദേഹം വീണ്ടും വൃദ്ധന്റെ അടുത്ത് ചോദിച്ചു, ഇത് അങ്ങേക്ക് എങ്ങനെയാണ് സാധിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഴ പുറത്താണ്, എന്നാൽ തടസ്സമോ അകത്താണ്. തടസ്സം അകത്തുണ്ടെങ്കിൽ ഒരു കാര്യവും സക്സസ് ആകില്ല. എൻ്റെ ഉള്ളിൽ തടസ്സമില്ല, എൻ്റെ അകത്ത് തടസ്സമില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഈ മഴ എനിക്കൊരു പ്രശ്നമായിട്ട് മാറിയില്ല അനുഭവം. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ശരിയാണ്, മഴയെ അതായത് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല മഴ വന്നത്. പക്ഷെ ഞാൻ മഴയ്ക്ക് കൊടുത്ത വ്യാഖ്യാനം എന്തോന്നാണ്? അത് എന്നെ തടസ്സപ്പെടുത്തുന്നു എന്നാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് പൂർത്തീകരിക്കാതെ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പം അൺകണ്ടീഷൻ ആയിരിക്കണം, കണ്ടീഷൻ പാടില്ല. അങ്ങനത്തെ ഒരാള് അവിടെ മനസ്സിനെ സൂക്ഷിക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. കണ്ടീഷൻ ഇല്ലെങ്കിൽ അവിടെ മനസ്സിനെ സൂക്ഷിക്കുന്നില്ല. മനസ്സുണ്ടെങ്കിലോ ധ്യാനവും നടക്കുകയില്ല. അപ്പൊ എന്നിൽ മനസ്സുണ്ടെങ്കിൽ മനസ്സ് മാത്രമല്ല, കണ്ടീഷൻസ്, ധാരാളം കണ്ടീഷൻസ് അവിടെ ഉണ്ടെന്നാണ്. എന്താണോ അതിനെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ്. അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നൗവിൽ നിൽക്കുന്നത്. മറ്റതെന്താണ്? ഞാൻ എൻ്റെ കണ്ടീഷന്റെ ഇടയിലാണ്, അതിൻ്റെ കൂട്ടത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടീഷന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. കണ്ടീഷന്റെ ഉള്ളിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അൺകണ്ടീഷനായിട്ടുള്ള എന്നെ എനിക്ക് അറിയുവാൻ സാധിക്കില്ല, ഒരിക്കലും അറിയാൻ സാധിക്കില്ല. മഴയാണെങ്കിൽ മഴയുടെ ശബ്ദത്തെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഞാൻ മഴയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു, ആ മഴയുടെ ആ കുളിർമ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണോ ഈ നിമിഷത്തിലെ സത്യം, എന്താണോ ഞാൻ അനുഭവിക്കുന്നത്, അതിനെ ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കലാണ് ധ്യാനം. നമുക്ക് കുറച്ചു നേരം ഈ മഴയുടെ ശബ്ദത്തിനെ കുറച്ചു നേരം ഒരു കണ്ടീഷനും ഇല്ലാതെ കേട്ടുകൊണ്ട് കണ്ണടച്ചിരിക്കാം. എന്നിട്ടെന്ന് പറഞ്ഞ് റിലാക്സ് ചെയ്ത് ഉള്ളിലോട്ട് പോകുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുക, പുറത്തൊരു നിശ്വാസത്തെ അറിയുക. കണ്ണടച്ച് ശബ്ദത്തെ കേട്ടുകൊണ്ട് റിലാക്സ് ചെയ്തിരിക്കൂ. ശബ്ദം കേൾക്കുന്നത് എൻ്റെ കാതുകളാണ്. അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സാണ്. റിലാക്സ് ചെയ്തിരിക്കുക. ആ സ്ഥിതി തന്നെ തുടരുക. വിശ്വാസത്തിൽ തന്നെ എന്നിലെ ഉള്ള ഈ നിമിഷത്തിലെ സത്യം ശ്വാസമാണ്. ശ്വാസത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ശരിയായ ശ്രദ്ധ. ദീർഘമായ ശ്വാസം എടുക്കണം. സാവകാശം കണ്ടെടുക്കണം.
ഈ മാസം നമ്മൾ ശക്തിപാദിന്റെ ഹീലിംഗ് ക്യാമ്പാണ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ ഈ ക്യാമ്പിനെ സമീപിക്കേണ്ടത് എന്നുള്ളത്. അത് കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. പൂർണ്ണമായിട്ടും ധ്യാന ക്യാമ്പ് കഴിയുന്നത് വരെയും നമ്മൾ നമ്മുടെ തന്നെ ശ്വാസത്തെ ശ്രദ്ധിക്കുന്ന പ്രക്രിയയിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. ഓരോ നിമിഷവും എന്നിലുള്ള എൻ്റെ ശ്വസനത്തെ, എന്നിൽ നിന്ന് പുറത്ത് ഞാൻ ഒന്നിനെയും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ ശ്വാസം, എന്നിനുള്ളിൽ നടക്കുന്ന ശ്വാസനിശ്വാസം, അത് ആ ശ്വാസനിശ്വാസം ചെയ്യുന്നത് ഞാനല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. എൻ്റെ കഴിവ് കൊണ്ടല്ല ആ നിശ്വാസം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ബോധം കെട്ടി കിടക്കുന്ന സമയത്ത് ഞാൻ ശ്വസിക്കുന്നുണ്ടല്ലോ. എൻ്റെ കഴിവാണെന്നുണ്ടെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് ഞാൻ അറിയുന്നില്ലല്ലോ ശ്വസിക്കണമെന്ന്. പക്ഷെ അപ്പോഴും നിശ്വാസം നടക്കുന്നുണ്ടെങ്കിൽ എന്നിലൊരു ഡിവിനിറ്റി പ്രവർത്തിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ആ ഡിവിനിറ്റിയെ എനിക്കറിയാൻ സാധിക്കണം. പക്ഷേ അതിലോട്ട് എത്തുന്നതിന് മുമ്പ് ആ ഡിവിനിറ്റിയുടെ പ്രവർത്തനം എനിക്ക് അറിയണം. ആ പ്രവർത്തനമാണ് എന്നിൽ നടക്കുന്ന ശ്വസനം. അതുകൊണ്ട് ഈ ഹോൾ ക്യാമ്പിൽ ഒന്ന് ലാസ്റ്റ് വരെയും ഞാൻ എൻ്റെ ബ്രീത്തിങ്ങിനെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസത്തെ ശ്രദ്ധിക്കാൻ പറയും. അപ്പോഴും നമ്മൾ അതിലോട്ട് ശ്രദ്ധിക്കുക, പറഞ്ഞില്ലെങ്കിലും ശ്രദ്ധിക്കുക. ഇത് പറഞ്ഞപ്പോഴൊരു ധ്യാന കഥ ഓർമ്മ വരുന്നു. എത്ര വിചാരിച്ചിട്ട് ധ്യാനിക്കാൻ സാധിക്കാത്ത ഒരാൾ, എന്നെക്കൊണ്ട് നടക്കില്ല എന്ന് സ്വയം വിധി എഴുതിയ ഒരാൾ ഒരു ധ്യാന ക്യാമ്പിൽ പോകുന്ന സമയത്ത് ഇദ്ദേഹം എൻ്റെ അടുത്ത് ഗുരുവിൻ്റെ അടുത്ത് ഇദ്ദേഹം പറയുകയാണ്, ഞാൻ കുറേ വർഷമായിട്ട് ശ്രമിക്കുന്നതാണ് ധ്യാനിക്കണമെന്ന്, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ വന്ന് എന്നെക്കൊണ്ട് ധ്യാനിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ എന്നെ ഒന്ന് ധ്യാനിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, അതിനിപ്പോൾ എന്താ ചെയ്യാമല്ലോ എന്ന്. എന്താ ചെയ്യേണ്ടത്? ഞാൻ പ്രാണായാമം ചെയ്യണോ? അതൊന്നും വേണ്ട. നീ നിന്റെ ശ്വസനത്തെ ശ്രദ്ധിക്കുക, എന്നിട്ട് വെറുതെ ഇരിക്കുക. ഈ 2 കാര്യം മാത്രം ചെയ്താൽ മതിയെന്നോ. നീ പ്രാണായാമം ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നീ നിന്റെ ശ്വസനത്തെ ശ്രദ്ധിക്കുക, നീ എന്നിട്ട് വെറുതെ ഇരിക്കുക. അപ്പോൾ ഈ വെറുതെ ഇരിക്കുക എന്നുള്ളൊരു വാക്ക് പറഞ്ഞല്ലോ, എൻ്റെ അർത്ഥം കർത്തൃത്വ ബോധമില്ലാതിരിക്കുക എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം ആ വെറുതെ ഇരിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ആ വാക്ക് മാത്രം എടുത്തു. എന്നിട്ട് പറഞ്ഞ് വെറുതെ ഇരിക്കാനോ, അത് കുറച്ച് പാടാണ്. ശ്വാസത്തെ വേണമെങ്കിൽ ശ്രദ്ധിച്ചിരിക്കാം, പക്ഷേ വെറുതെ ഇരിക്കാൻ പാടാണ്. അവിടെയും ഒരു വൈരുദ്ധ്യമുണ്ട്. ശ്വാസത്തെ ശ്രദ്ധിക്കുന്നവൻ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. അപ്പോഴാ മാസ്റ്റർ പറഞ്ഞത് അവൻ മനസ്സിലാക്കുന്നില്ല. അവൻ്റെ മനസ്സുകൊണ്ടാണ് അതെല്ലാം വ്യാഖ്യാനിക്കുന്നത്. എന്താണ് പറയുന്നത് എന്നുള്ള അവൻ്റെ മനസ്സാണ് അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇല്ല, വെറുതെ ഇരിക്കുന്നില്ല. അപ്പം അതേ ചിന്തിക്കുകയാണ്, ശ്വാസത്തെ വെറുതെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് വല്ലതും നടക്കുമോ? ഞാനിവിടെ വന്നത് ധ്യാനിക്കാനാണ്, പക്ഷെ എൻ്റെ അടുത്ത് പറയുന്നത് വെറുതെ ഇരിക്കൂ, ശ്വാസത്തെ ശ്രദ്ധിക്കുമെന്ന്. എന്തായാലും പറഞ്ഞതല്ലേ, ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ശ്വാസത്തെ ശ്രദ്ധിച്ചിട്ട് ശ്വാസത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രമാത്രം ഞാൻ ശ്വസിച്ച് വിടുകയാണല്ലോ എന്നുള്ളൊരു സത്യം മനസ്സിലായത്. ശ്വസിക്കുന്നു വിടുന്നു, ശ്വസിക്കുന്നു വിടുന്നു, എന്തുമാത്രം ഞാൻ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചു, ഞാൻ ശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന വൃക്ഷങ്ങൾ, അത് ശ്വസിച്ചതിൻ്റെ ഉച്ഛിഷ്ടം എനിക്ക് കിട്ടണ്ടേ? അത് കാർബൺ ഡയോക്സൈഡ് എടുത്തിട്ട് ഓക്സിജനിൽ എനിക്ക് വിട്ടുതരുന്നത്. അതിൻ്റെ ഉച്ഛിഷ്ടമാണ് ഞാൻ ശ്വസിക്കുന്നത്. എൻ്റെ ഉച്ഛിഷ്ടമാണ് എൻ്റെ കാർബൺ ഡയോക്സൈഡ് അദ്ദേഹം ശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും ബോണ്ടിങ് ഉണ്ടല്ലേ ഞാനും അവരും തമ്മിൽ എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരു വന്നിട്ട് തലയിലൊരു കൊട്ടു കൊടുക്കും. വെറുതെ ഇരിക്കാനാണ് പറഞ്ഞത്, ശ്വസനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് വെറുതെ ഇരിക്കാനാണ് പറഞ്ഞത്, നീ വ്യാഖ്യാനിക്കേണ്ട, നീ ഒന്നും ഇൻ്റർപ്രറ്റ് ചെയ്യണ്ട. അപ്പോൾ വീണ്ടും ശരി, അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഫ്ലോ അവൽ ഇങ്ങനെ സംഭവിക്കുകയാണ് ശ്വസനത്തെ ശ്രദ്ധിച്ചിരുന്നപ്പോൾ.
ഒരു വല്ലാത്തൊരു ഫ്ലോ അവനിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഫ്ലോയിൽ അവൻ ഇങ്ങനെ കണക്ട് ചെയ്തിരുന്നപ്പോൾ വീണ്ടും ഗുരു ഉപദേശിച്ചു, ആവശ്യമില്ലാത്ത സ്ട്രെയിൻ എടുക്കരുത്. അപ്പോഴിത് ശരിയാണല്ലോ, എനിക്കൊരു ഫ്ലോ വന്നു എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഫ്ലോയെ ഞാൻ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതും വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അപ്പോഴും വരേക്കിരുന്നു. അപ്പോൾ ശരിക്കുള്ള ഒരു ശാന്തത അവനിൽ വന്നു. നാച്ചുറലായിട്ട് സംഭവിക്കുന്ന തൻ്റെ ശ്വസനത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അതായത് ആ ശ്വസനത്തെ നിരീക്ഷിക്കുന്നവനായിട്ട് അവൻ അങ്ങനെ ഇരിക്കുകയാണ്, വ്യാഖ്യാനിക്കാത്ത നിരീക്ഷകൻ. അങ്ങനെ ഇരുന്ന സമയത്താണ് അവനിൽ ശരിയായ ധ്യാനം അവനിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു തലം ഇത് എല്ലാവർക്കും പോസിബിളാണ്. സന്യാസിമാർക്കോ വലിയ വലിയ ധ്യാനം ചെയ്യുന്നവർക്കോ സാധകർക്കോ മാത്രമല്ല, അവനവൻ്റെ ശ്വസനത്തെ അവനവൻ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് ധ്യാനത്തിൻ്റെ അടിസ്ഥാനവും തുടക്കവും ഒടുക്കവും അവിടെ തന്നെയാണ്. അങ്ങനെ ഈ ശ്വസനം നിലയ്ക്കുമ്പോൾ മറ്റുള്ളവരെന്തെന്ന് പറയും? ചത്തുപോയെന്ന് പറയും. ശ്വസനം നിലയ്ക്കുന്നത് അവൻ അറിയുമ്പോഴോ അവൻ അറിയും ഞാൻ സമാധിസ്ഥനായെന്ന് അവൻ അറിയും. അവനത് അറിയുന്നുണ്ടെങ്കിൽ അപ്പം മറ്റുള്ളവർ പറയുന്ന ചത്തുപോയി എന്ന് പറയുന്നത് നടക്കുന്നുണ്ടോ അവിടെ? ഇല്ല. അവൻ അറിയേയില്ലേ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അവൻ അറിയേയില്ലേ. അപ്പം ഈ ശ്വസനം പോലും ഇല്ലാതെ ഇരിക്കുന്ന അത് വേണ്ടാത്ത എന്നെ, അതാണ് അൺലിമിറ്റഡ് തുടക്കത്തിൽ പറഞ്ഞ അൺലിമിറ്റഡ് അൺകണ്ടീഷണൽ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവം നമ്മളിൽ ഉള്ളത് നമ്മൾ അറിയും. അപ്പം ഈ അറിയാൻ നമ്മൾ എന്താ ചെയ്തത്? കേവലം നിശ്വാസത്തെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരുന്നു, അത്രയും ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞെട്ടൽ എന്ന് പറഞ്ഞ് റിലാക്സ് ചെയ്ത് കണ്ണുകളടച്ച് നിശ്ചലമായിട്ടിരിക്കുക. നാം ഒരിക്കലും നമ്മുടെ ചിന്തകളോട് പോരാടരുത്. സാക്ഷിയാവുക. കേവലം സാക്ഷിയാകുമ്പോൾ ചിന്തിക്കുന്നവൻ അവിടെ ഇല്ലാണ്ടാകും. ചിന്തിക്കുന്നവൻ ഉള്ളിടത്തോളം കാലം എന്നിൽ ചിന്തകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സാക്ഷിയാവുക. സാക്ഷിയാകുമ്പോൾ ഞാൻ അറിയും, ഞാൻ ചിന്തയല്ല, ചിന്തകൾ എന്നിലാണ്. എന്നിൽ ചിന്തകൾ ഉണ്ടെങ്കിലും ഞാൻ ചിന്തയാകുന്നില്ല. അത് വന്നു പോയിക്കൊണ്ടേയിരിക്കും. കേവലം സാക്ഷിയാവുക. എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന എന്തും സാക്ഷിയാവുക. ധ്യാനത്തിലൂടെ എനിക്ക് പുതിയതായി ഒന്നും കിട്ടുന്നില്ല. എന്നിൽ എന്താണോ അനാവശ്യമായുള്ളത് അത് മാറിക്കിട്ടുന്നു. ശ്വസനത്തിൽ ശ്രദ്ധിച്ച് നിശ്ചലമായിട്ടിരിക്കുക. നിശ്ചലമായിരിക്കും. എന്താണോ നാം കേൾക്കുന്നത് അത് മാത്രം കേട്ടുകൊണ്ടിരിക്കുക.